നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹമാസ് തീവ്രവാദികൾക്കെതിരായി കഴിഞ്ഞ 2 വർഷമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം തന്നെയാണ്. ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടന മുക്കാലും മുടിഞ്ഞ് ചരമഗതി പ്രാപിച്ചെങ്കിലും ഒരു രാജ്യമല്ലാത്ത നയതന്ത്ര പരിരക്ഷകളില്ലാത്ത ഹമാസുകൾ ഈ 1.5 വർഷത്തിലധികമായി ഇസ്രായേലിനെതിരെ പിടിച്ചു നിന്നത് ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഹമാസ് മാത്രമായിരുന്നില്ല ഇസ്രായേലിനെതിരെ ചോരക്കൊതിയോടെ ആയുധമോങ്ങി നിന്ന ഹിസ്ബുള്ളകളുടെയും ഹൂതികളുടെയും സിറിയൻ തീവ്രവാദികളുടെയും ഇറാഖിയൻ ഭീകരന്മാരുടെയും എല്ലാം തീവ്രവാദത്തിന്റെ ഇന്ധന ശക്തി ഇറാനായിരുന്നു. അത് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഹമാസിനെതിരെ ആയുധമോങ്ങി പടക്കളത്തിൽ നിൽക്കുമ്പോൾ തന്നെ ലെബനൻ, യമൻ, സിറിയ, ഇറാൻ തുടങ്ങിയ ഭീകര മിലീഷ്യകൾക്കെതിരെ പോർമുഖം തുറന്നു പിടിച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽ. ഈ പോർമുഖങ്ങളിലേക്കെല്ലാം ഇസ്രായേൽ കുറഞ്ഞത് ഒരു റൗണ്ടെങ്കിലും യുദ്ധം നടത്തുകയും അധീശത്വം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ ആണവ അറകൾ തീർക്കാനായി കഴിഞ്ഞ മാസം ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന്റെ അർദ്ധവിരാമത്തിന് പിന്നാലെ സിറിയയെ ഇസ്രായേൽ ആക്രമിച്ചു എന്ന വാർത്ത പലർക്കും ഉൾക്കൊള്ളാനായില്ല. അവർ ശക്തമായി തന്നെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. മുൻ സിറിയൻ ഏകാധിപതിയായിരുന്ന ബാഷർ അൽ അസദിനെതിരെ അബു ജുലാനിയുടെ നേതൃത്വത്തിൽ സിറിയയിൽ നിന്ന് തന്നെ വിമത പോരാളികൾ എഴുന്നേൽക്കുകയും വിമത ശക്തികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കൃത്യമായ ആക്രമണങ്ങളുമായി ഇസ്രായേൽ സിറിയൻ മണ്ണിലിറങ്ങിയിരുന്നു. തലമുറകളായി വെട്ടിപ്പിടിച്ചതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് സിറിയയിൽ ചുറ്റിത്തിരിഞ്ഞാൽ കഴുത്തിനു മുകളിൽ തലയുണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ അസദ് റഷ്യക്കാരിയായ സഹധർമ്മിണിക്കും മക്കൾക്കുമൊപ്പം റഷ്യയിലേക്ക് അഭയാർത്ഥിയായി പോവുകയായിരുന്നു. എന്നാൽ രക്ഷപ്പെട്ടോടുന്നതിന് മുൻപ് നെതന്യാഹുവിൻ്റെ കാല് പിടിച്ച് രക്ഷപ്പെടാൻ സഹായിക്കണമെന്നും വ്യോമപാത ക്ലിയറാക്കി തരണമെന്നും അപേക്ഷിച്ചതനുസരിച്ച് ഇസ്രായേൽ ആ സഹായം നൽകുകയും ചെയ്തു. അതിന് പ്രത്യുപകാരമായി സിറിയയിൽ താൻ സംഭരിച്ചു വച്ചിരിക്കുന്ന ആയുധ അറകളുടെ പോയിന്റുകൾ വെളിപ്പെടുത്തി കൊടുക്കുകയും അസദ് കളം വിട്ട ഉടനെ സിറിയയിൽ കയറിയ ഇസ്രായേൽ അതെല്ലാം കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു. അസദിന്റെ പതനവും പലായനവും ഏറ്റവും കൂടുതൽ തകർത്ത് കളഞ്ഞത് ഇറാനെയായിരുന്നു. കാരണം സിറിയൻ മണ്ണിൽ പലയിടത്തും അവർ മാനവരാശിയുടെ അതിജീവനത്തെ ശിഥിലമാക്കുന്ന തരം മാരകായുധങ്ങളുടെ കൂട്ടുകൃഷികൾ അവരൊന്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും ജുലാനിയുടെയും കൂട്ടരുടെയും കണ്ണിൽപ്പെടാതെ കത്തിച്ച് കളഞ്ഞത് സിറിയൻ വിമതർക്കും അതിനേക്കാൾ ഇറാനും ഉണ്ടാക്കിയത് കനത്ത ആഘാതം തന്നെയായിരുന്നു. പുതിയ സിറിയൻ ഭരണാധികാരി ജുലാനി ട്രംപിന്റെ ആളാണെന്നൊക്കെ കരക്കമ്പി മുന്നേ ശക്തമായിരുന്നു. അതിന് തെളിവുകളൊന്നുമില്ല എങ്കിലും സിറിയയിൽ ഏകാധിപതിയായതോടെ കുർത്തയും തലപ്പാവുമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കോട്ടും സ്യൂട്ടും ധരിച്ച് പേരിലും പരിഷ്കാരം വരുത്തിയെങ്കിലും സിറിയയിലെ സുന്നി ഇസ്ലാമിതര വിഭാഗങ്ങളോട് ഇയാൾ വെച്ചു പുലർത്തിയത് അതിക്രൂരമായ സമീപനം തന്നെയായിരുന്നു. അവിടെയാണ് സിറിയയിലെ തന്നെ തുലോം ന്യൂനപക്ഷ ഇസ്ലാമിക സമൂഹമായ ദ്രൂസുകളെ റൂട്ട് ഔട്ട് ചെയ്യാനുള്ള ജുലാനിയുടെ സഖ്യകക്ഷികളുടെ നീക്കവും അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ നടത്തിയ നീക്കവും പ്രാധാന്യമർഹിക്കുന്നത്. കേവലമായ ഒരു കാഷ്വൽ നിരീക്ഷണത്തിനപ്പുറത്ത് ഇസ്രായേലിന്റെ നീക്കങ്ങളെ അവധാനതയോടെ ശ്രദ്ധിക്കുന്നവർക്ക് വ്യക്തമാകുന്നത് സിറിയയുടെ കാപ്പട്ടിയും ഇരട്ടത്താപ്പും ക്രൂരതയും തന്നെയായിരിക്കും. സിറിയയിലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ദ്രൂസുകളെ വംശഹത്യ ചെയ്ത് ഇല്ലാതാക്കുവാനുള്ള ജുലാനിയുടെ നീക്കത്തിനെതിരെ
തെക്കൻ ഇസ്രായേലിൽ പാർക്കുന്ന ഇസ്രായേൽ പൗരന്മാരായ ദ്രൂസുകളും അണിചേർന്നതോടെയാണ് കളത്തിലിറങ്ങാൻ ഇസ്രായേൽ നിർബന്ധിതരായത്. വടക്കൻ ഇസ്രായേലിൽ ഏകദേശം 1,50,000 ദ്രൂസ് വംശജരാണ് താമസിക്കുന്നത്. വിശ്വസ്തരും ധീരരുമായ ഇസ്രായേലി പൗരന്മാരായ ഇവരിൽ മിക്കവരും ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ളവരാണ്. ഇസ്രായേൽ സൈന്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചതുകൊണ്ട് ജൂതരാഷ്ട്രത്തിനു വേണ്ടി അധ്വാനിക്കുന്നതിനിടയിൽ ഇവരിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതുകൂടാതെ ഗോലാൻ കുന്നുകളിലും സിറിയയിലും ഇസ്രായേലിനൊരു തന്ത്രപരമായ ബഫർ സോണായും പ്രവർത്തിക്കുന്ന ദ്രൂസ് സമൂഹങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇസ്രായേൽ ഇടപെടുമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് സിറിയക്കെതിരായി ഇസ്രായേൽ പടക്കളത്തിലേക്ക് ഇറങ്ങാനുണ്ടായ പ്രധാനപ്പെട്ട കാരണവും. തെക്കൻ സിറിയയിലെ ദ്രൂസ് പട്ടണമായ സുവൈദയിൽ കഴിഞ്ഞ ആഴ്ച സിറിയൻ സർക്കാർ സൈന്യം 4 ദിവസം നീണ്ട കൂട്ടക്കുരുതിയാണ് നടത്തിയത്. പുതിയ സിറിയൻ പ്രസിഡന്റ് അബു മുഹമ്മദ് അൽ ജുലാനിയോട് വിശ്വസ്തരായ സൈന്യം നടത്തിയ ക്രൂരമായ അതിക്രമങ്ങളുടെ ഒരു പരമ്പരയിൽ ഏകദേശം 300 ദ്രൂസുകളാണ് കൊല്ലപ്പെട്ടത്. തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വിശ്വസ്തരായി സേവനം ചെയ്യുന്ന ദ്രൂസുകൾക്ക് വേണ്ടി സിറിയയെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ സിറിയയിലേക്ക് ഇറങ്ങിയത് അങ്ങനെയായിരുന്നു. തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വിള്ളൽ വീഴുമെന്ന് തോന്നിയാൽ ആരാണെന്നോ എന്താണെന്നോ ഇസ്രായേൽ നോക്കുകയില്ല എന്ന കാര്യം ഇതോടെ വീണ്ടും ഉറപ്പിക്കപ്പെടുകയാണ്. സിറിയയുടെ സർക്കാർ സൈനികരെ ലക്ഷ്യമിട്ട് IDF ഡസൻ കണക്കിന് അതിശക്തമായ വ്യോമാക്രമണങ്ങൾ തന്നെയാണ് നടത്തിയത്. ദമാസ്കസിലെ സിറിയൻ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനവും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ സമീപമുള്ള സ്ഥലങ്ങളും ഇസ്രായേൽ വെറുതെ വിട്ടില്ല. ഇത്തരത്തിൽ ആക്രമണം ശക്തമായപ്പോഴായിരുന്നു അനിവാര്യമായ വെടിനിർത്തലിലൂടെ സിറിയൻ സൈന്യം സുവൈദിയിൽ നിന്നും പിൻവാങ്ങിയത്. ദ്രൂസുകളെ കൊല്ലുക എന്നത് മാത്രമായിരുന്നില്ല സിറിയൻ ഭീകര സൈന്യത്തിന്റെ ലക്ഷ്യം. ഇസ്ലാമിക തീവ്രവാദികൾ പരമ്പരാഗതമായി പുറത്തെടുക്കുന്ന എല്ലാത്തരം ഭീകരതകളും തിന്മകളും ദുഷ്ടതകളും ക്രൂരമായ ബലാത്സംഗങ്ങളും കൊച്ചുകുട്ടികളെ പോലും മാതാപിതാക്കന്മാരുടെ മുന്നിൽ വെച്ച് കൊന്നു തള്ളുന്ന തരം നരവേട്ടകളുമായിരുന്നു അവർ പുറത്തെടുത്തത്. മാനവരാശിക്ക് നേരെയുള്ള ഏറ്റവും ഭീകരമായ ഇത്തരം അക്രമങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുവാൻ ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും കഴിയില്ല. അതുതന്നെയാണ് ഇസ്രായേലിന്റെ ആ അക്രമങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങളും കാര്യങ്ങളും. ഇസ്രായേൽ നടത്തിയ ഈ അക്രമത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഹോളോക്രോസിന്റെ സമയത്ത് കൂട്ടക്കൊലക്കിരയായ ജൂതന്മാർ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അന്ന് അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. ഇന്ന് ദ്രൂസുകൾ കൊല്ലപ്പെടുമ്പോൾ അവർ ഇസ്രായേലിന്റെ സഹായത്തിനായി വിളിച്ചപ്പോൾ തെല്ലും മടിക്കാതെ സഹായം നൽകുകയും അനിവാര്യമായാൽ ഇനിയും സഹായം നൽകുമെന്നുമുള്ള സന്ദേശം പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കി. സിറിയൻ സർക്കാർ നടത്തിയ അതിക്രൂരമായ അക്രമത്തിൽ 100 കണക്കിന് ദ്രൂസ് സിവിലിയന്മാരെ കൊലപ്പെടുത്തുകയും അത്രയും തന്നെ ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും വീടുകൾ വിട്ടുപോകുവാൻ നിർബന്ധിക്കുകയും ഗ്രാമങ്ങൾ ചുട്ടരിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും അവർ അഭയം തേടിച്ചെന്ന പുണ്യസ്ഥലങ്ങളിൽ വെച്ച് കൂട്ടക്കൊല ചെയ്യുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. പരിക്കേറ്റ് ജീവനുള്ളവരായി ആശുപത്രിയിലെത്തിയവരിൽ മിക്കവരുടെയും ശരീരങ്ങൾ മുറുങ്ങിയിരുന്നു. പരിക്കേറ്റവർക്കൊപ്പം ചിതറിത്തെറിച്ചതോ ശിരസില്ലാത്തതോ ആയ 200-ലധികം മൃതദേഹങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിൽ പലതും ഹോസ്പിറ്റലിന്റെ ഇടനാഴികളിലും മോർച്ചറിക്ക് പുറത്തും കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങേറ്റം ഭീകരമായ കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സിറിയയിൽ കാലങ്ങൾ നീണ്ട ഭരണകൂട തകർച്ചയും നിയമരാഹിത്യവും കൊണ്ട് ശാക്തീകരിക്കപ്പെട്ട റാഡിക്കൽ ഇസ്ലാമിക തീവ്രവാദികളും ബെഡുയിൻ സംഘങ്ങളും ഭരണകൂട പിന്തുണയുള്ള സംഘങ്ങളുമായിരുന്നു കുറ്റവാളികളിൽ മുഴുവനും. ഇവർ നടത്തിയ കിരാതമായ കൂട്ടക്കൊലയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഇവ അവ്യക്തമായ റിപ്പോർട്ടുകളോ സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങളോ അല്ല, മറിച്ച് ദ്രൂസ് സിവിലിയന്മാരെ വേട്ടയാടി വധിക്കുന്നതിന്റെ വസ്തുനിഷ്ഠമായ ദൃശ്യങ്ങളാണ്. ദ്രൂസ് സമൂഹത്തിലെ വൃദ്ധരെ തെരുവുകളിലേക്ക് വലിച്ചിഴക്കുകയും അപമാനകരമായ പ്രവൃത്തികളിൽ അവരുടെ മീശ വടിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം അപമാനമാണ് ദ്രൂസുകൾക്ക് സമ്മാനിച്ചത്. നിർബന്ധിതമായ ഇത്തരം ക്ഷൗരക്രിയകൾ മരണത്തെക്കാൾ ഭീകരമായ അപമാനമായിട്ടാണ് ദ്രൂസുകൾ കണക്കാക്കുന്നത്. സ്ത്രീകളെ വസ്ത്രാക്ഷേപം നടത്തി ആക്രമിക്കുക, പുരുഷന്മാരെ തല്ലുകയും പീഡിപ്പിക്കുകയും തീവ്രവാദികൾ ആർപ്പ് വിളിക്കുമ്പോൾ മേൽക്കൂരയിൽ നിന്ന് ചാടാൻ നിർബന്ധിക്കുകയും ചെയ്യുക, മരണത്തിലേക്ക് അവർ എടുത്തു ചാടുമ്പോൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അവരെ നിറയൊഴിച്ച് കൊന്നു തള്ളുക, അതെല്ലാം പകർത്തി പ്രചരിപ്പിക്കുക. അങ്ങേയറ്റം ഭീകരമായ ഈ ദൃശ്യങ്ങൾ
ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒക്ടോബർ 7 ഹമാസ് അഴിച്ചുവിട്ട ക്രൂരതയുടെ ഒരു യഥാർത്ഥ ഓർമ്മപ്പെടുത്തൽ. അപരൻ മരണവേദനയാൽ പൊളയുമ്പോൾ അത് കണ്ട് ക്രൂരമായ ആനന്ദവും സന്തോഷവും തോന്നുക, തക്ബീർ വിളിക്കുക, ഇതൊക്കെ ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ്.